UDF നടപ്പാക്കിയ സ്ത്രീ സൗജന്യ യാത്ര വളരെയധികം ഇപ്പോൾ ആളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ ഓർക്കാതെ പോകുന്ന ഒരാളുകളുണ്ട്, പ്രൈവറ്റ് തൊഴിൽ മേഖല. കേരളത്തിലെ എല്ലായിടത്തും കാണുന്ന ഒന്നാണ് പ്രൈവറ്റ് ബസ്സുകൾ. നമ്മൾ ആരും അതിൽ കയറാത്തത് പോലുമില്ല. ആ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സാറിന് തോന്നുന്നത്? സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്ത സൗജന്യ യാത്ര എന്നുള്ളതിന് ഇനി സർക്കാരിന് പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല, നടപ്പാക്കിയേ പറ്റുള്ളൂ. അത് ആ നടപടി ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് ശരിയല്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. അത് BJP ചെയ്താലും CPM ചെയ്താലും UDF ചെയ്താലും ആരൊക്കെ ചെയ്താലും ശരി, സൗജന്യം, അനർഹമായ സൗജന്യമുണ്ട്. സ്ത്രീ ആകുന്നു എന്നുള്ളത് മാത്രം സൗജന്യം അനുവദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം പലരും നല്ല വരുമാനമുള്ളവരായിരിക്കും. എന്നാൽ പാവപ്പെട്ടവർക്ക് മാത്രമായിട്ട് സൗജന്യം കൊടുത്തിരുന്നുവെങ്കിൽ അത് കുഴപ്പമില്ല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കേണ്ടിയിരുന്നത് ഒരേ സമയം അത് പ്രൈവറ്റിലും അതുപോലെ തന്നെ KSRTCയിലും രണ്ടിലും വരാൻ പാകത്തിനുമായിരുന്നു സൗജന്യം കൊടുക്കേണ്ടിയിരുന്നത്. ഇതങ്ങനെയൊന്നുമല്ല ഉണ്ടായിരിക്കുന്നത്. സർക്കാർ വിചാരിച്ച് കാണും, KSRTCയുടെ ഓർഡിനറി അല്ലേ ഉള്ളൂ, വേറെ ആരെയും ബാധിക്കില്ലോ. പക്ഷേ വന്നപ്പോൾ എന്തായി? സ്വകാര്യ മേഖലയെ ബാധിച്ചു. കാരണം കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ബഹുഭൂരിപക്ഷവും യാത്രക്കാരെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തന്നെയായിരുന്നു. ഉൾപ്രദേശങ്ങളെന്ന സ്ത്രീകൾ അവർ യാത്ര ചെയ്തിരുന്നു. അവർക്ക് അതിൽ യാത്ര ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അവരതിൽ നിന്ന് ഒഴിയുന്നതോടെ ഒരു 50% ആൾക്കാർ അതിൽ നിന്ന് മാറുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പുരുഷന്മാരാണെങ്കിലോ അവർ കൂടുതൽ ബൈക്കും 2 വീലർ അങ്ങനെ ഇല്ല കാർ ഇങ്ങനെയൊക്കെ എടുത്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഓൾറെഡി പുരുഷന്മാർ ഈ സ്വകാര്യ ബസ്സിൽ നിന്ന് നേരത്തെ തന്നെ ഇല്ലേ KSRTC പോലും ഒത്തിരി പേര് യാത്രക്കാർ കുറഞ്ഞായിരുന്നു. പിന്നെ അതെല്ലാം നല്ലതെന്ന് തോന്നുന്നത് സ്ത്രീ യാത്രക്കാരെ കൊണ്ടാണ്. അവർക്ക് സൗജന്യം കിട്ടുന്നതോടെ അവർ പൂർണ്ണമായിട്ടും സ്വകാര്യ ബസ്സുകളിൽ നിന്ന് പല റൂട്ടുകളിലും വിട്ടുമാറുന്ന സ്ഥിതി. അപ്പോൾ എന്തുണ്ടായി? ഇന്നിപ്പം ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രമാണ് പല ബസ്സുകാർ ഓടുന്നത്. രാവിലെ ഡീസൽ അടിക്കുന്നു, ഇല്ല വൈകിട്ട് ഡീസൽ അടിക്കുന്നു, കഴിഞ്ഞു. ഇവർക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായിരിക്കും. ഒന്നുകിൽ കറക്റ്റ് ഡീസൽ അടിക്കാനുള്ള പൈസ, ജീവനക്കാർക്ക് കൊടുക്കാനുള്ള ഒത്താലൊത്തു, ഉടമയ്ക്കൊന്നുമില്ല. ഇങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റും? ഉടമകൾ ഈ ബസ് സർവീസ് നിർത്തിക്കളയും. അതോടുകൂടി എന്താണ് നശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു വ്യവസായ മേഖലയാണ് നശിച്ചു പോകുന്നത്. എന്താണൊരു പ്രൈവറ്റ് ബസ് സർവീസ് ആയാലും ശരി, ഈ പ്രൈവറ്റിന് വ്യവസായ മേഖലയിൽ എന്താണ് കോൺട്രിബ്യൂഷൻ നമ്മൾ ആലോചിക്കണം. ഒരു രാജ്യം വികസനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സർവീസുകൾ കൊണ്ട് മാത്രമായിട്ട് പറ്റില്ല. അതിനകത്ത് പൗരൻ്റെ പങ്കാളിത്തം വേണം. പൗരൻ്റെ പങ്കാളിത്തം ഒരേ സമയം സർക്കാരിനെയും ശാക്തീകരിക്കും, പൗരനെയും ശാക്തീകരിക്കും. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ എത്രയോ ബിസിനസ്സുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് സർക്കാരാണോ? അല്ലല്ലോ. സർക്കാർ ശരിയാണ്, സർക്കാരിൻ്റെ കീഴിൽ കുറച്ച് റേഷൻ കട നടത്തുന്നുണ്ടാവും, നീതി സ്റ്റോർ നടത്തുന്നുണ്ടാവും, ചില ആശുപത്രി നടത്തുന്നുണ്ടാവും. ഇതൊക്കെയാണ്. ഇതുകൊണ്ട് മാത്രം ഈ നാട്ടിലെ ഭക്ഷ്യപ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഇല്ല ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? ഇല്ല. കേരളത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വകാര്യ മേഖലയാണ്. വളരെ ആക്റ്റീവായിട്ടൊരു സ്വകാര്യ മേഖലയാണ്. യാത്രാ വിഷയം നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുഗതാഗതത്തിൽ ഒരേപോലെയായിരുന്നു. സ്വകാര്യ മേഖലയ്ക്കും സർക്കാർ മേഖലയ്ക്കും ഒരുപോലെ പങ്കാളിത്തം. അതുകൊണ്ട് തന്നെ ഇവ തമ്മിലൊരു സമായം ഉണ്ടായിരുന്നു. അതായത് ഒന്നിന് മറ്റൊന്നിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. അതിനെല്ലാം ഇപ്പോൾ തകിടം മറിക്കുകയാണ് UDF സർക്കാർ ചെയ്തത്. സ്ത്രീകൾക്ക് സൗജന്യം പ്രഖ്യാപിക്കേണ്ടി മാത്രമേ വന്നുള്ളൂ. പക്ഷേ ഒരു മേഖല മുഴുവൻ തകരുകയാണ്. പണ്ട് AK ആൻ്റണിയുടെ കാലത്താണ് ഇതുപോലൊരു പരിപാടി കാണിച്ചത്. ചാരായ നിരോധനം കൊണ്ടുവന്നു, എന്നിട്ട് വിദേശ മദ്യത്തിന് വില കൂട്ടി. ഫലം എന്തായി? ചാരായം കുടിച്ചുകൊണ്ടിരുന്നവർക്ക് കള്ളു കുടിച്ചാവില്ല, അവർക്കെല്ലാം വിദേശ മദ്യം കുടിച്ചേ പറ്റുള്ളൂ. എല്ലാവരും വിദേശ മദ്യത്തിൻ്റെ ആൾക്കാരായി. വിദേശ മദ്യം വിറ്റിരുന്നവർക്ക് വലിയ ലാഭം. വിദേശ മദ്യമാണെങ്കിലോ അതിന് ചിലവ് കൂടുതലാണ്. അതുകൊണ്ടെന്താ? കൂലിപ്പണിക്കാരുടെ കൂലി മുഴുവൻ കൂടി. പിന്നെ എന്താണ് സംഭവിച്ചതെന്നറിയോ? കേരളത്തിൽ ദീർഘകാലത്തേക്ക് കൃഷി നഷ്ടത്തിൽ പോയി. ഈ അടുത്ത കാലത്താണ് കൃഷി പിന്നെ ലാഭത്തിലായിട്ട് വരാൻ തുടങ്ങിയത്. അതോടുകൂടി കേരളത്തിൻ്റെ കാർഷിക മേഖല തകർന്നു. നെൽവയലുകൾ ഇല്ലാണ്ടാവാൻ തുടങ്ങി. പല കൃഷിഭൂമി അല്ലാണ്ടാക്കാൻ തുടങ്ങി. എത്ര നെൽവയൽ നികന്നു പോയി എന്നറിയോ? ഇങ്ങനെയൊക്കെ മാറ്റിക്കളഞ്ഞതിന് പുറകിൻ്റെ പ്രധാന കാരണം ആൻ്റണിയുടെ തെറ്റായ നയമായിരുന്നു. അതുപോലെ തന്നെ ഒരു നയമാണ് ഇപ്പം ഈ VD സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ നിലയ്ക്ക് ശരിയാണ്, പല നാട്ടിൽ പല രാഷ്ട്രീയ പാർട്ടികളും, ബംഗാളിൽ BJP സൗജന്യ ബസ്യാത്ര വാഗ്ദാനം ചെയ്തു, അവിടെ നടപ്പാക്കുന്നു. വിജയ് ഇവിടെ തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നു, കേരളത്തിൽ സതീശൻ നടപ്പാക്കുന്നു. പലരും എല്ലാവരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. ഫ്രീ ബീസ് കൊടുത്തിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്. ശരിയാണ്, പാവപ്പെട്ട സ്ത്രീകൾക്ക് അങ്ങനെ പോകാൻ പറ്റുന്നതിലൊക്കെ ഒരു ഇതുണ്ടാവും, ഗുണമുണ്ടാവും. ആ കുടുംബങ്ങൾ അവിടെ സപ്പോർട്ടാവും. ആ സ്ത്രീകൾക്ക് കുറച്ച് എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞാൻ സമ്മതിക്കുകയാണ്. ഐ എഗ്രി എവരിതിങ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സർക്കാർ അവിടെ അർഹരായിട്ടുള്ള ആൾക്കാരെ, സ്ത്രീകളിൽ അർഹരായിട്ടുള്ളവരെ കണ്ടെത്തിയിട്ട് അവർക്ക് സൗജന്യ യാത്രാ പാസ് കൊടുക്കായിരുന്നു വേണ്ടേ. എന്നിട്ട് ആ യാത്രാ പാസ് ഒരു സ്വകാര്യ ബസ്സിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ആ പണം അവിടെ കൊടുക്കണം. അപ്പോഴാണ് ശരിയാവുക. അപ്പോൾ ഒരു റൂട്ട് പോലും നശിക്കില്ലായിരുന്നു, ആ മേഖല തകരില്ലായിരുന്നു. അതിന് പകരം ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടെ ചെയ്യുന്നത് സർക്കാർ ഏകപക്ഷീയമായിട്ട് യാതൊരു വിധത്തിലും പാവപ്പെട്ടവനാണോ അല്ലയോ എന്ന് നോക്കാതെ എല്ലാവർക്കുമായിട്ട് പ്രഖ്യാപിച്ചു. ആ നയം തെറ്റ് തന്നെയാണ്. ആ നയം തിരുത്താൻ ഇനി പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വരാം. പക്ഷേ കേരളത്തിൻ്റെ വലിയൊരു സ്വകാര്യ മേഖല നശിക്കുകയാണ്. ഇവിടെ ഇനി എന്താണ് രക്ഷ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ നോക്കേണ്ടത് വിദേശത്തെ ചില എക്സാമ്പിൾസിലേക്കാണ്. കാരണം പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അഥവാ പൊതുഗതാഗതം എന്ന് പറഞ്ഞ് ലാഭകരമല്ല.
അമേരിക്ക നോക്കിയാൽ അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടുണ്ട്, പക്ഷേ ലാഭകരമല്ല. പക്ഷേ പബ്ലിക്കിന് വേണ്ടി സർക്കാർ തന്നെ നിലനിർത്തുക ചെയ്യുന്നത്. ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. സ്വകാര്യ ബസ് മേഖലയിലായാലും ഇത് നിന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നിലനിർത്താം, അതിനുള്ള പുതിയ നയപരിപാടികൾ എന്താണ്, എങ്ങനെയാണ് സ്വകാര്യ മേഖലയ്ക്ക് സർക്കാരിന് കൈത്താങ് കൊടുക്കാൻ പറ്റുക, ഇതാണിപ്പോൾ സർക്കാർ ആലോചിക്കേണ്ടത്. അങ്ങനെ സബ്സിഡികൾ കൊടുക്കുകയോ ഇന്ധനവിലയിലെ കുറവ് വരുത്തുകയോ അല്ലെങ്കിൽ ഇന്ധനം കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് സപ്ലൈ ചെയ്യാൻ നോക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അത്തരം ബസ്സുകൾക്ക് പെട്രോൾ സെസ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ടാക്സിൽ ഇന്ധനത്തിന് ചിലവ് കുറയ്ക്കുകയോ ഇത് രണ്ടുമല്ലെങ്കിൽ ഇവർക്ക് നഷ്ടം വരുന്ന ഒരു തുക അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തോ ഇതിനെ നിലനിർത്താൻ സർക്കാർ തയ്യാറാവണം. അല്ലെങ്കിൽ കാര്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇത് ഭീകരമായ ഒരു നഷ്ടം കേരളത്തിൻ്റെ ഒരു വ്യവസായ മേഖലയ്ക്ക് വരും. അനേകം കുടുംബങ്ങളുടെ വരുമാനമാണ് ഇല്ലാണ്ടാവുന്നത്. അതൊരു സുപ്രധാന കാര്യമാണ്. ഒരു വ്യവസായ മേഖല ഇല്ലാണ്ടാകുന്നു, അനേകം കുടുംബങ്ങളുടെ വരുമാനം ഇല്ലാണ്ടാകുന്നു. ശരിയാണ്, അവർ ചിലപ്പോൾ പുതിയ മേഖലകളൊക്കെ നോക്കി പോകുമായിരിക്കും. പക്ഷേ അപ്പോഴും ആലോചിക്കുക, ഈ പല റൂട്ടുകളിലും ഇത് അഫക്റ്റ് ചെയ്യപ്പെടുന്ന അനേകം ആൾക്കാരുണ്ട്. ഇപ്പം ടിക്കറ്റ് എടുക്കേണ്ട ആൾക്കാർ ഒത്തിരി പേരുണ്ടായിരുന്നു, പുരുഷന്മാർ തന്നെ. ഇവർക്കെല്ലാം ബൈക്ക് മേടിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുമല്ല, അവർക്കൂടെ ആവശ്യമായിരുന്നു. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ സപ്പോർട്ട് ആവശ്യമുള്ള പൊതുജനങ്ങളാണ്. അവരെ ചിന്തിച്ചിട്ടെങ്കിലും ഈ തെറ്റ് തിരുത്താൻ സർക്കാർ തയ്യാറാവണം. അതിനുവേണ്ടി ചെയ്യാനുള്ളത് ഇപ്പോൾ കൊടുത്ത സൗജന്യം ഇല്ലാണ്ടാക്കാൻ പറയാൻ പറ്റില്ല, അത് ആരും അംഗീകരിക്കില്ല, സമരങ്ങളിലേക്ക് പോവുള്ളൂ. സൗജന്യം നിലനിൽക്കട്ടെ, പക്ഷേ അതേസമയം സ്വകാര്യ മേഖലയ്ക്ക് സർക്കാർ കൈത്താങ് കൊടുക്കുക, അതാണ് ചെയ്യാനുള്ളത്.